യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസും KT ജലീലും തമ്മിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പോര് തുടരുകയാണ്. അതിൽ KT ജലീലാണ് ആരോപണം ഉന്നയിക്കുന്നത്. ഫിറോസ് വിദേശത്തുനിന്ന് മറുപടിയും പറയുന്നു. വീണ്ടും ഫിറോസിനെതിരെ ഗുരുതര ആരോപണവുമായി KT ജലീൽ MLA. PK ഫിറോസ് ജോലി ചെയ്യുന്ന ദുബായ് കമ്പനി ഹവാല ഇടപാടുകളാണ് നടത്തുന്നതെന്നും ഹവാല ഇടപാടുകളുടെ നടത്തിപ്പുകാരനാണ് PK ഫിറോസ് എന്നും ജലീൽ ആരോപിച്ചു. സർക്കാരിന്റെ കണ്ണുവെട്ടിച്ച് ഇന്ത്യയിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് ഗൾഫിലെത്തിക്കുന്നത്. തെളിവുകൾ അന്വേഷണ ഏജൻസികൾക്ക് കൈമാറുമെന്നും KT ജലീൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഗുരുതര ആരോപണമാണ്, കേൾക്കാം. ഞാൻ അറിഞ്ഞിടത്തോളം അദ്ദേഹം സെയിൽസ് മാനേജറാണ് എന്ന് പറയപ്പെടുന്ന കമ്പനി അവിടെ എന്തോ നാമമാത്രമായിട്ടുള്ള മീറ്റ് ബിസിനസ്സാണ് നടത്തുന്നത്. പക്ഷേ ആ സ്ഥാപനം യഥാർത്ഥത്തിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് റിവേഴ്സ് ഹവാലയാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഗൾഫിലെത്തിക്കുക, സർക്കാരിന്റെ കണ്ണുവെട്ടിച്ചുകൊണ്ട്, ബാങ്കിന്റെ കണ്ണുവെട്ടിച്ചുകൊണ്ട്, നമ്മളുടെ സമ്പദ്ഘടനയുടെ നട്ടെല്ല് തകർത്തുകൊണ്ട് ഇവിടെ നിന്ന് അവിടെ പണം എത്തിക്കുക, അതാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കക്ഷി എന്നോട് പറഞ്ഞത്. ഇത്തരത്തിലുള്ള കേസുകളിൽ അന്വേഷിക്കാൻ ബാധ്യതപ്പെട്ട എല്ലാ ഏജൻസികൾക്കും ഈ തെളിവുകളൊക്കെ തന്നെ കൈമാറും. എന്നാൽ അതേസമയം KT ജലീലിന്റെ ആരോപണങ്ങൾ ഏറ്റെടുക്കാതെ CPM നിൽക്കുകയാണ്. DYFI ഉൾപ്പെടെ ഈ വിഷയം ഏറ്റെടുത്തിട്ടില്ല എന്നത് കൗതുകകരവുമാണ്. മുബഷിർ P. അക്ബറും VS രഞ്ജിത്തും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം മുബഷീറിലേക്ക്. മുബഷീർ, KT ജലീൽ ഇപ്പോൾ പറയുന്നത് ഇതുവരെ പറഞ്ഞതുപോലെയല്ല, വലിയ ഗുരുതരമായ ആരോപണമാണ്. ഹവാല കമ്പനിയിൽ പണിയെടുക്കുകയാണ് ഫിറോസ് എന്നാണ് ഇപ്പോൾ KT ജലീൽ പറയുന്നത്. അതിന്റെ തെളിവുകൾ അന്വേഷണ ഏജൻസിക്ക് കൊടുക്കുമെന്നും പറയുന്നു. എന്താണ് ഇങ്ങനെ പറയാനുള്ളൊരു കാരണം? എന്താണ് KT ജലീൽ ഇതിന്റെ തെളിവായി നമ്മുടെ മുന്നിൽ പറയുന്നത്? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തെളിവായിട്ട് അദ്ദേഹം കാണിക്കുന്നത് ഈ ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയിൽ PK ഫിറോസ് ജോലി ചെയ്യുന്നതിന്റെ രേഖകളാണ്. അതിന്റെ ഐഡന്റിറ്റി കാർഡ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം KT ജലീൽ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഈ ഒരു സംഭവത്തിൽ വിശദീകരണവുമായി രംഗത്ത് വന്ന PK ഫിറോസ് സ്പെസിഫിക് ആയിട്ട് ഇതിന് മറുപടി പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ വിശ്വാസ്യത തകർക്കാനാണ് KT ജലീലും CPIM ശ്രമിക്കുന്നത് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഗുരുതര ആരോപണം ഈ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് PK ഫിറോസിനെ ഉന്നമിട്ടുകൊണ്ട് KT ജലീൽ നടത്തിയിരിക്കുന്നത്. PK ഫിറോസ് ജോലി ചെയ്യുന്ന ഈ ഒരു കമ്പനി ഹവാല ഇടപാടുകളാണ് നടത്തുന്നത് എന്നുള്ളതാണ് KT ജലീൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഹവാല ഇടപാടുകളുടെ നടത്തിപ്പുകാരനാണ് PK ഫിറോസ് എന്നുള്ളതാണ് KT ജലീൽ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനമായിട്ട് ഉന്നയിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം അത് നിഷേധിക്കട്ടെ എന്നുള്ളതാണ് KT ജലീൽ പറയുന്നത്. ദുബായിൽ തന്നെയുള്ള ലീഗുമായി ബന്ധപ്പെട്ട സോഴ്സിൽ നിന്നാണ് ഈ ഒരു വിവരം കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് KT ജലീൽ വ്യക്തമാക്കുന്നത്. മുസ്ലിം യൂത്ത് ലീഗിന്റെ പല പദ്ധതികൾ, ധോത്തി ചലഞ്ച്, ഉന്നാവ കഥുവ ഫണ്ട് തട്ടിപ്പ് ഉൾപ്പെടെയിൽ നിന്നും സമാഹരിച്ച ഫണ്ടുകൾ തിരിമറി നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ജോലികൾ അദ്ദേഹം ചെയ്യുന്നത്, ബിസിനസ്സുകൾ ചെയ്യുന്നത് എന്നുള്ളതാണ് KT ജലീൽ വ്യക്തമാക്കുന്നത്. നേരത്തെ പിതാവിന്റെ ജോലി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു PK ഫിറോസ് ഒരു വിഷയത്തിൽ മറുപടി പറഞ്ഞിരുന്നത്. പൊതുപ്രവർത്തന രംഗത്തും ജോലിയും ഒരുപോലെ കൊണ്ടുപോയിരുന്ന ഒരാളായിരുന്നു തന്റെ പിതാവ്. ഒരു കാരണവശാലും രാഷ്ട്രീയത്തെ തൊഴിലാക്കി മാറ്റാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു PK ഫിറോസും പറഞ്ഞിരുന്നത്. പക്ഷേ അതുപോരാ, സ്പെസിഫിക് ആയിട്ട് ഇക്കാര്യത്തിൽ മറുപടി പറയാൻ തയ്യാറാകണം. ME പോലെയുള്ള സംരംഭങ്ങളുടെ ഉടമസ്ഥതയും PK ഫിറോസിനാണെന്നുള്ളതും KT ജലീൽ പറഞ്ഞു വെക്കുന്നുണ്ട്. VS രഞ്ജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. VS രഞ്ജിത്ത്, KT ജലീൽ ആരോപണങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് തുടരുന്നുണ്ട്. കുറച്ച് നാളായി KT ജലീൽ PK ഫിറോസിനോട് പിന്നിൽ തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയമായി അവർ തമ്മിലൊരു വൈരവും ഉണ്ടല്ലോ. പക്ഷേ എന്നാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ CPM ഇടപെടാത്തത്? എന്തുകൊണ്ടാണ് DYFI പോലും KT ജലീലിന്റെ ആരോപണം ഏറ്റെടുക്കാത്തത്? VS രഞ്ജിത്ത്. ഡോക്ടർ അരുൺകുമാർ, CPM-ഉം DYFI-യും ഒന്നും KT ജലീലിന്റെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒരു പ്രത്യക്ഷ പിന്തുണയുമായി രംഗത്തെത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇതൊരു വ്യക്തിപരമായ ആരോപണത്തിന്റെ ഘട്ടത്തിലാണ്. എന്ന് പറഞ്ഞാൽ ആരോപണം ഒരു ശൈശവ ഘട്ടത്തിലാണ്. ആരോപണം ഉരുത്തിരിഞ്ഞൊരു രാഷ്ട്രീയ ആരോപണമായി വരികയും ഇതിലൊരു ഹവാല ഇടപാടിൻ്റെയും അല്ലെങ്കിൽ അനധികൃത സ്വത്ത് സമ്പാദനത്തിൻ്റെയും ഒക്കെ ഘടകമുണ്ടാവുകയും രാഷ്ട്രീയ നേതൃത്വം എന്ന രീതിയിൽ ഇടപെടേണ്ട സാഹചര്യത്തിൽ എത്തുകയും ചെയ്താൽ ഇടപെടാം എന്നുള്ളതാണ്. ഇപ്പോൾ KT ജലീൽ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി വരികയോ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയൊക്കെ ചെയ്താൽ, അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരികയൊക്കെ ചെയ്താൽ ഇടപെടാം എന്ന മട്ടിലാണ്. നിലവിൽ അതൊരു ശൈശവാവസ്ഥയിലുള്ള ആരോപണമാണ് എന്നും കേവലം വ്യക്തിപരമായ ആരോപണമാണ് എന്നുള്ളൊരു നിലപാടിലാണ് പാർട്ടി ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, നേരത്തെ KT ജലീലിന്റെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ ബന്ധു നിയമന ആരോപണമൊക്കെ കൊണ്ടുവന്നത് PK ഫിറോസ് ആണ്. PK ഫിറോസ് ആണെങ്കിൽ അത്തരത്തിൽ വ്യക്തിപരമായ ആരോപണമാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ KT ജലീൽ പറയുന്ന പോലെ ഈ യുമ്മി ഫ്രൈഡ് ചിക്കൻ അടക്കമുള്ള കമ്പനികളൊക്കെ PK ഫിറോസിന്റെ ബിനാമി കമ്പനികളും
PK ഫിറോസ് അനധികൃതമായി സ്വത്ത് സമ്പാദനം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതിൽ തെളിവുകൾ കൂടുതൽ പുറത്തുവരികയും അന്വേഷണ ഏജൻസികൾ ഇടപെടുകയും ചെയ്താൽ അത് രാഷ്ട്രീയ ആരോപണമായിട്ട് മാറും. തീർച്ചയായിട്ടും ലീഗിനെതിരെ, ഈ യൂത്ത് ലീഗിനെതിരെ വരുന്ന ഏത് ആരോപണം ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന മട്ടിൽ തന്നെയാണ് ഡിവൈഎഫ്ഐ ഉള്ളത്. പക്ഷേ നിലവിലത്തെ ഘട്ടത്തിൽ അതൊരു വ്യക്തിപരമായ ആരോപണം എന്ന വിലയിരുത്തലാണ് പാർട്ടിയും ഡിവൈഎഫ്ഐ. ഓക്കെ, താങ്ക് യു. VS സുജിത്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, KT ജലീൽ ആരോപണങ്ങൾ തുടർച്ചയായിട്ട് ഉന്നയിക്കുകയാണ്. PK ഫിറോസ് ആ ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടിയുമായി വന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചില മറുപടികൾ വിദേശത്ത് പറയാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള വിവരണം, പൊതുപ്രവർത്തകനല്ലേ, കാര്യങ്ങൾ സുതാര്യമാവട്ടെ, എല്ലാവരും അറിയട്ടെ എവിടെയാണ് ബിസിനസ് ചെയ്യുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള ഹവാല ഇടപാടുകളുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട് എന്നുള്ള ആരോപണത്തെ അതെങ്ങനെയാണ് PK ഫിറോസ് നേരിടാൻ പോകുന്നത് എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആരോപണം ഇപ്പോൾ KT ജലീൽ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി മറുപടി പറയേണ്ടത് PK ഫിറോസ് ആണ്.